ഹലോ. ഹാടി, സുഖമായിട്ടിരിക്കുന്നോ? ഞാൻ എപ്പോഴും ആലോചിക്കും കേട്ടോ നിന്റെ കാര്യം. ഒരുപാട് നാളായല്ലോ ഇപ്പൊ വിളിച്ചിട്ട്. ഞാൻ എപ്പോഴും എൻ്റെ ഫ്രണ്ടിന് ഒരിക്കൽ പറയുവേ നിന്റെ കാര്യം. എന്ന് വെച്ചാൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ നിനക്കല്ലേ ഫസ്റ്റ് ജോലിയൊക്കെ കിട്ടിയത്. എന്നിട്ടിങ്ങനെ നീ ജോലിയൊന്നും ഇല്ലാതെ ഇപ്പം വീട്ടിലിരുന്ന് ഈ പിള്ളേരെയൊക്കെ നോക്കി കുടുംബമൊക്കെ നോക്കി വീട്ടിൽ ഇരിക്കുന്ന കാണുമ്പോൾ ഉണ്ടല്ലോ, നമുക്ക് അങ്ങ് ശരിക്കും അങ്ങ് സങ്കടമാണേ. ഞാൻ എപ്പോഴും വിചാരിക്കുക നിന്നെ ഒന്ന് വിളിക്കണമെന്ന്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് സമയം കിട്ടാറേ ഇല്ല. ഈ ഓഫീസിലെ തിരക്കും വീട്ടിലെ തിരക്കും ഒക്കെ ആയിട്ട് ഞാൻ ഭയങ്കര ബിസിയാണ്. നിനക്ക് ബിസിയെ പറ്റിയൊക്കെ പറഞ്ഞാൽ അറിയുമെന്ന് അറിയത്തില്ല. നീ പിന്നെ അങ്ങനെ ജോലിയൊന്നും ചെയ്യാത്തത് കൊണ്ട് നിനക്ക് അറിയത്തില്ലായിരിക്കും അല്ലേ? നിനക്കിപ്പോൾ എന്നാ പണി അവിടെ? കുഞ്ഞിനെ നോക്കി വെറുതെ എവിടെ ഇരുന്നാൽ പോരെ? ഫുൾ റെസ്റ്റ് അല്ലേ? നമ്മുടെ കാര്യം അതൊക്കെയാണോ? നമ്മൾ ഓഫീസിലൊക്കെ പോകണം, വരണം. ഇപ്പോൾ പോകുന്നതിൻ്റെ തിരക്ക്, വരുന്നതിൻ്റെ തിരക്ക്, ഓഫീസിലെ പ്രഷർ, വീട്ടിലെ കാര്യങ്ങൾ എല്ലാം കൂടെ നമ്മുടെ തലയിൽ കൂടെ ശരിക്കും പറഞ്ഞാൽ വല്ലാത്തൊരവസ്ഥയാണ്. ശരിക്കും പറഞ്ഞാൽ നീയൊക്കെ ഭാഗ്യം ചെയ്തതാണെന്നേ ഞാൻ പറയത്തുള്ളൂ. എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വക കാര്യങ്ങളെപ്പറ്റി ഒന്നും അറിയണ്ടല്ലോ, ഫിനാൻഷ്യൽ കാര്യങ്ങളെപ്പറ്റി ഒന്നും അറിയണ്ടല്ലോ. വെറുതെ ഇങ്ങനെ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുക, എല്ലാവർക്കും കൊടുക്കുക, കൊള്ളാമെങ്കിലും കൊള്ളത്തില്ലെങ്കിലും എല്ലാവർക്കും കൊടുക്കുക, കഴിക്കുക, ഉറങ്ങുക, കുഞ്ഞിനെ നോക്കുന്നതിന് എന്നാ ഇപ്പം ഇത്ര പണി? അതത്ര വലിയ പണിയൊന്നും അല്ലല്ലോ. വെറുതെ അവിടോട്ടങ്ങ് ഇരുന്നാൽ പോയി. കുഞ്ഞിനെ ഇപ്പം 2 കളിപ്പാട്ടം അങ്ങോട്ട് ഇട്ട് കൊടുത്ത് അവിടെ ഇരുന്ന് കളിച്ചുകൊണ്ടിരിക്കും. പിന്നെ സമയമാകുമ്പോൾ അങ്ങോട്ട് എടുത്ത് ആഹാരം അങ്ങോട്ട് കൊടുക്കുക. അതിനിപ്പോൾ എന്തോ ഇത്ര പണി? നമ്മുടെ വല്ല കാര്യം അതൊക്കെയാണോ? നമ്മളെന്തെല്ലാം കാര്യങ്ങളാണ്. ഈ എല്ലാവരും കൂടെ അധ്വാനിച്ചിട്ട് ഈ പൈസ ഒക്കെ കൂടെ എവിടെ കൊണ്ട് വെക്കാൻ? ആകെ ഒരു കൊച്ചല്ലേ ഉള്ളൂ. നീ ഇപ്പം ജോലിക്ക് പോയില്ലെങ്കിലും കുഴപ്പമൊന്നും ഇല്ലടി. പിന്നല്ല. നീ എന്തിനാ ഇപ്പം ജോലിയൊക്കെ നോക്കുന്നേ? അത് തന്നെയല്ല, നീ ഇത്രയും നാളുമൊക്കെ ജോലിക്കൊക്കെ പോകാതിരുന്നിട്ട് ഇനി പോയി കഴിഞ്ഞാൽ നിനക്കത് സെറ്റ് ആവത്തില്ലടി. ഞങ്ങളെപ്പോലുള്ളവരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് മുതലേ അങ്ങ് ജോലി ചെയ്ത് നമുക്കതങ്ങ് ശീലമായേ. നിങ്ങൾക്കൊന്നും ഇനി എനിക്ക് തോന്നുന്നു അതങ്ങ് സെറ്റ് ആവത്തില്ലെന്ന് തോന്നുന്നു. നീ അവിടെ പിള്ളേരെ നോക്കിയൊക്കെ അവിടെ ഇരിക്കും.